Hey, how's it going? I'm Bismaya. Welcome to Salt Mango Pickle. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് 4 പീസ്, തക്കാളി 1 വട്ടത്തി അരിഞ്ഞത്, സവാള 1 വട്ടത്തി അരിഞ്ഞത്, ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന്, മുട്ട 2 എണ്ണം, ചീസ് 2 സ്ലൈസ്, മയോണൈസ് ആവശ്യത്തിന്, ടൊമാറ്റോ പേസ്റ്റ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 2 ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് ഞാനൊരു ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളയും കരുവും ഒന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈ മഞ്ഞക്കരു ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ഒരു ടെക്സ്ചറിൽ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്ത് കൈവച്ച് നല്ലോണം പതപ്പിച്ചെടുക്കണം മുട്ടയുടെ വെള്ള. അങ്ങനെ ഞാനിവിടെ നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെ ഇതുപോലെ ഈ ഒരു ടെക്സ്ചർ ആവുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് രണ്ടും നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ട് അത് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. കടായി നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഒഴിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് ഫ്ലഫി ആയിട്ട് മുട്ട കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ നിങ്ങൾ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പം നമ്മുടെ ഫ്ലഫി മുട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്ലഫി മുട്ട നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത സാൻഡ്വിച്ചിൻ്റെയും ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സാൻഡ്വിച്ചിൻ്റെ നെക്സ്റ്റ് ബ്രെഡ് സ്ലൈസിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് സ്ലൈസിലേക്കും ടൊമാറ്റോ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലേക്ക് 2 ഒണിയൻ വെച്ച് കൊടുക്കാം.
അതുപോലെ തന്നെ അടുത്ത സാൻഡ്വിച്ചിലും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാബേജ് സ്ലൈസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ പീസ് ഫ്ലഫി മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പീസ് ചീസ് സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 2 പീസ് ഫ്ലഫി മുട്ടയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 പീസ് ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി അവർക്ക് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ ബൈ.